ബിഗ് ബോസ് മലയാളം സീസൺ 4 പ്രധാന മത്സരാർത്ഥിയായിരുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെതിരെ ആരോപണങ്ങളുടെ പെരുമഴ തീർക്കുകയാണ് മുൻ സുഹൃത്തുക്കളായ ആരവും ശാലു പേയാടും. വലിയൊരു വിഭാഗം റോബിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തുണ്ട് എങ്കിലും തങ്ങളുടെ ആരോപണങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുകയാണ് ശാലു പേയാടും ആരവും. ഇപ്പോഴിതാ ഒരു സ്ത്രീയെ ഉപയോഗപ്പെടുത്തി തന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് ആരവ് അഭിപ്രായപ്പെടുന്നത്. ഇത് തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് ശാലു പേയാടും മറ്റൊരു ചാനലിലൂടെ രംഗത്ത് വന്നിരുന്നു. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ആരവ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ പൂർണ്ണരൂപമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. കുറെ ആളുകൾക്ക് ഇതിനോടകം തന്നെ കാര്യങ്ങളെല്ലാം പിടികിട്ടിയിട്ടുണ്ട് എന്നാണ് ആരവ് പറയുന്നത്. ശാലു പേയാടിന്റെ വീഡിയോ വന്നതോടുകൂടിയാണ് ഇതിന്റെ എല്ലാം തുടക്കം. അക്കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ ആരവ് വ്യക്തമാക്കുന്നുണ്ട്. ശാലു പേയാടിന്റെ വീഡിയോ പ്രസന്റേഷൻ രീതി തീരെ ശരിയല്ല എന്നാണ് ആരവ് അഭിപ്രായപ്പെടുന്നത്. എന്നാൽ വീഡിയോ പ്രസന്റേഷൻ രീതി ശരിയല്ലെങ്കിലും അതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായ കാര്യങ്ങളാണ് എന്നും ആരവ് പറയുന്നു. ഇക്കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ട് ബോധിച്ച ഒരാളാണ് താനെന്നാണ് ആരവ് അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ കൃത്യമായ മറുപടി നൽകേണ്ടതും അത്യാവശ്യമാണ്. അയാളുടെ കാര്യം നോക്കി അയാൾ പോവട്ടെ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാണ് ആരവ് പറയുന്നത്. മാപ്പ് പറഞ്ഞതിന് പിന്നിലുള്ള കാര്യങ്ങളും ശാലു പേയാട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് ആരവ് അഭിപ്രായപ്പെടുന്നത്. പൊതുജനത്തിനും അത് അറിയേണ്ടതുണ്ട്. ഏത് ഫ്രണ്ടാണ് റോബിനുമായുള്ള കോംപ്രമൈസിന് ശാലു പേയാടിന്റെ അടുത്തേക്ക് വന്നതെന്നും എന്തുകൊണ്ടാണ് അയാൾ ഇടനിലക്കാരനായി നിന്നതെന്നും ശാലു പേയാട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് ആരവ് തന്റെ വീഡിയോയിലൂടെ പറയുന്നത്. ശാലു പേയാടിനെ ഭീഷണിപ്പെടുത്തിയാണ് അന്ന് മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ റോബിൻ ചെയ്യിച്ചത്. റോബിൻ രാധാകൃഷ്ണൻ വിബിയെ വിളിച്ച് ശാലു പേയാടിനെ പേടിപ്പിക്കാൻ പറയുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. അത് എങ്ങനെ പുറത്തു വന്നു എന്നുകൂടി വ്യക്തമാക്കണം എന്നാണ് ആരവ് പറയുന്നത്. ഇതിനെല്ലാം ഇടയിൽ ഇടനിലക്കാരനായി നിന്നത് മൂപ്പൻ എന്ന് പറയുന്ന ശരത്താണെന്നാണ് വിബി പറഞ്ഞത്. ഈ ഇടനിലക്കാരൻ ഫ്രണ്ടും നല്ല രീതിയിൽ ശാലു പേയാടിനെ പേടിപ്പിച്ച് വീഡിയോ ചെയ്യിക്കുകയായിരുന്നു. പ്രിയദർശൻ സാറിന്റെ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ശാലു പേയാട് നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഇത്തരം ഒരു ആരോപണവുമായി ലൊക്കേഷനിലേക്ക് വന്നു കയറുകയാണെങ്കിൽ അങ്ങേരുടെ സിനിമാ ജീവിതത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ ഒരു ഒറ്റ പേടിപ്പുറത്താണ് പുള്ളി മാപ്പ് അപേക്ഷിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്തത് എന്നാണ് പറയുന്നത്. ആ വീഡിയോ ആണ് പിന്നീട് റോബിൻ ഇൻസ്റ്റഗ്രാമിലൂടെ ഷെയർ ചെയ്യുന്നത്. റോബിനും ആരതിപ്പൊടിയും ശാലു പേയാടിന് ഒരു ഏട്ടന്റെ സ്ഥാനമാണ് കൊടുത്തതെങ്കിൽ ആ ഒരു വീഡിയോ ഇത്രയും നാൾ എന്തിനാണ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടത്? ഇതേ കാര്യമാണ് എന്റെ കാര്യത്തിലും സംഭവിച്ചത്. എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് 2000 രൂപ കൊടുത്ത് എനിക്കെതിരെ സംസാരിച്ച ഒരു വീഡിയോ പുറത്തുവിട്ട് എന്നെ തകർക്കാൻ നോക്കി. ആ സമയത്ത് ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചപ്പോൾ പേടിച്ചുപോയി. എന്നാൽ ഇപ്പോൾ എനിക്ക് അതേക്കുറിച്ച് യാതൊരു പേടിയുമില്ല എന്നും ആരവ് പറയുന്നു. ആളുകളൊക്കെ ചോദിക്കുന്നത് തെളിവുണ്ടോ എന്നാണ്. ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ അവന്റെ ഫോൺ റെക്കോർഡൊന്നും നമ്മൾ സൂക്ഷിക്കില്ലല്ലോ. ഇനി നമ്മളൊരു തെളിവ് എടുക്കുകയാണെങ്കിൽ പേഴ്സണൽ ചാറ്റ് പുറത്തു വിട്ടു എന്നായിരിക്കും പറയുക. തെളിവില്ലെങ്കിൽ നീ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് മറ്റുള്ളവർ ചോദിക്കും. ആ സാഹചര്യത്തിലാണ് ഒരു തെളിവ് ഒപ്പിക്കാൻ വേണ്ടി അവരുടെ ആവശ്യത്തിന് വഴങ്ങിയത്. അങ്ങനെ അവർ പറഞ്ഞ പ്രകാരം ഇൻസ്റ്റഗ്രാമിൽ 24 മണിക്കൂർ സ്റ്റോറിയായി ഇട്ടു. അതിനുശേഷമാണ് അവരുടെ ഓഡിയോയും ഫോൺ റെക്കോർഡുകളും ഒക്കെ പുറത്തുവിടുന്നത്. ഉണ്ണി മുകുന്ദൻ വിഷയത്തിൽ അടക്കം ശാലു പേയാട് പറഞ്ഞത് ശരിയാണ് എന്നാണ് ആരവ് അഭിപ്രായപ്പെടുന്നത്. അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവർക്ക് 3 പേർക്ക് മാത്രമേ അറിയൂ. ഇതിനെല്ലാം കൂടി മറുപടി പറയണം. ഒരു കാര്യത്തിനുമില്ലാതെ എന്നെ ഇതിലേക്ക് വലിച്ചിട്ട് ജീവിതം കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചെന്നും ആരവ് കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ആരവിന്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിരവധി പ്രേക്ഷകരാണ് കമന്റുകളിലൂടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയത്. ഏതാനും ചില കമന്റുകൾ മാത്രമാണ് നമ്മളിവിടെ വീഡിയോയിൽ കാണിക്കുന്നത്. ചില കമന്റുകൾ നോക്കാം.